ാണ് അവർ കൂട്ടുകാരാണ്. അപ്പോൾ ഇപ്പോൾ അവന് ഈ 9ാം ക്ലാസ്സിൽ സെൻഡ് ഓഫിലായിട്ട് ടീച്ചറും കുട്ടികളൊക്കെ നിർബന്ധിച്ചപ്പോൾ 2 പാട്ടൊക്കെ അവൻ പാടിയിരുന്നു. അപ്പോൾ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ വീണ്ടും അത് ഓർമ്മയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെ കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. നല്ല കുട്ടിയാണ് അവൻ. ഇപ്പോൾ വെക്കേഷനായാലും ഞങ്ങൾ ഈ ഭാഗത്തുനിന്ന് അവൻ മാത്രമേ ട്യൂഷന് പോയിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ മോനൊക്കെ ഉണ്ട്. അവൻ പറഞ്ഞു ഞാൻ 2 മാസം കഴിഞ്ഞിട്ട് ഞാനൊക്കെ ട്യൂഷൻ. ഇപ്പോൾ ഈ 1-ാം തീയതി കഴിഞ്ഞിട്ട് അവനെ ചേർത്ത്. പക്ഷേ ഈ അനന്തു എന്ന് പറയുന്ന പയ്യൻ ക്ലാസ്സിൽ നല്ല, ടീച്ചർ തന്നെ പറഞ്ഞു ക്ലാസ്സിൽ നല്ല അച്ചടക്കമുള്ള കുട്ടിയാണ്, പഠിക്കാനും എടുക്കാനാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും ദൂരം നമ്മളെ വഴിക്കടവില്ലേ അവിടെ വരെ നടന്നിട്ടാണ് മണിമൂടി സ്കൂളിൽ ട്യൂഷൻ സെൻറ്ററിലേക്ക് അവൻ മാത്രമേ പോകുന്നുള്ളൂ. ഇവിടുന്ന് 10ാം ക്ലാസ്സിലായിട്ട് ആൺപിള്ളേരായിട്ട് മാത്രമേ പോകുന്നുള്ളൂ. ബാക്കി പിള്ളേരൊന്നും പോകുന്നില്ല. കാരണം 2 മാസം വെക്കേഷൻ അല്ലേന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നു. അത്രയ്ക്ക് നല്ലൊരു കുട്ടിയായിരുന്നു അവർ. ഇപ്പോൾ സെൻറ്റ് ഓഫീസിൽ ക്ലാസ് റൂമിൽ പാടിയ പാട്ടാണത്. അപ്പോൾ വീണ്ടും അത് ഗ്രൂപ്പിൽ വന്നപ്പോഴാണ് ഞാൻ രാവിലെ അത് നോക്കിയത് കണ്ടത്. വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് അവരിപ്പോൾ ഇപ്രാവശ്യം മലയ്ക്ക് പോകുമ്പോൾ അവരൊക്കെ കൂട്ടുകാരന്മാരൊക്കെ ഒരുമിച്ചിട്ടാണ് ശബരിമലയ്ക്ക് മാറിട്ടിട്ട് അവരൊക്കെ ഒരുമിച്ചാണ് എക്സാം കഴിഞ്ഞിട്ടാണ് അവരൊക്കെ മലയ്ക്ക് പോയി വന്നത്. വിവേക്, സുനിത അവരുണ്ട്. പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനുണ്ട് ഇവിടുത്തെ. പിന്നെ അവർ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ അവരൊക്കെ ഒരേ ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നതൊക്കെ. അനന്തു എന്ന് പറഞ്ഞിട്ട് അവന് എന്തെങ്കിലും പിന്നെ സ്കൂളിലായാലും ഇപ്പോൾ ട്യൂഷനിലായാലും നോട്ടൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ഒരു വനിതാ സംഘത്തിൽ കളക്ഷൻ ഏജൻ്റാണ്. അപ്പോൾ വിളിക്കും അവനെന്നെ. കാരണം വീട്ടിൽ വേറെ ആർക്കും ഫോണില്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിലാണ്. അപ്പോൾ ഞാൻ പറയാടാ അനന്തോ വിളിക്കല്ലേ, ഞാൻ 8 മണി കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് എത്തുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഈ വിളിച്ചാൽ മതി. എന്നിട്ട് പിന്നെ മോൻ്റെ അടുത്ത് കൊടുത്താൽ അവർ അപ്പോൾ എന്തെങ്കിലും നോട്ട് എഴുതാനോ അല്ലെങ്കിൽ വാട്സപ്പിൽ അയച്ചു കൊടുക്കാനോ ഒക്കെ വിളിക്കും. അങ്ങനെ വിളിക്കുമ്പോൾ പറയും ഇപ്പോൾ വിളിക്കല്ലേ, 8 മണി കഴിഞ്ഞിട്ടേ ഞാൻ വിളിക്കുള്ളൂ, വീട്ടിലെത്തുള്ളൂ, എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ പറയും. അങ്ങനെയായിട്ട് ഇവരൊക്കെ നല്ല കൂട്ടുകാരന്മാർ. അല്ല, ഇതെന്നാ ഒരു സ്കൂൾ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ന് രാവിലെ കുട്ടികൾ വീണ്ടും അവരെ സ്കൂൾ ഗ്രൂപ്പിൽ ഇപ്പോൾ 10ാം ക്ലാസ്സിലായിരുന്നാലും ടീച്ചർ 9ാം ക്ലാസ്സിൽ ഡിലേറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ ആഴ്ച തുടങ്ങിയതല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ടല്ലേ 10ാം ക്ലാസ് ഡിലേറ്റ് ചെയ്തുള്ളൂ. എന്നിട്ട് വീണ്ടും ഇപ്പോൾ അത് ആ സ്കൂൾ ഗ്രൂപ്പിൽ അവൻ്റെ പാട്ട് വീണ്ടും ഇപ്പോൾ ഇന്ന് രാവിലെ എടുത്ത് നോക്കുമ്പോഴാണ് ഇങ്ങനെ അത് കാണുന്നത്. ഞാൻ ടീച്ചറായിട്ട് ഇപ്പോൾ വന്നൊന്ന് സംസാരിച്ചു. ടീച്ചർ പറഞ്ഞത് എൻ്റെ കയ്യിലില്ലായിരുന്നു, ഞാൻ ഏതൊക്കെയോ കുട്ടികളെ കയ്യിൽ നിന്ന് ആ പാട്ട് വീണ്ടും എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടീച്ചർ കണ്ടപ്പോൾ പറഞ്ഞു നല്ല പയ്യനാണ്, നല്ല ക്ലാസ്സിലെ നല്ല അച്ചടക്കമാണ് അവൻ. അതേപോലെ ഇപ്പോൾ അവൻ ഒറ്റയ്ക്കാണ് ഇത്രയും ദൂരം നടന്ന് ട്യൂഷനിലേക്ക് വേണ്ടി പഠിക്കാനുള്ള ആത്മാർത്ഥത പഠിക്കുകയും ചെയ്യാം. നല്ല കുട്ടിയായിരുന്നു. പക്ഷെ പോയില്ല. ഇനിയിപ്പോൾ നമുക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല.